ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ. നമ്മൾ ഇതിന് മുന്നേ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഇന്ന് കാണണം. ഇത് അതിനേക്കാളും നല്ല കിടിലനൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ എളുപ്പം എന്നാൽ കഴിക്കാൻ ഉത്തമമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു സെലിബ്രേഷൻ കൂടിയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി 2000 ആയിരിക്കുകയാണ്. ഇത്രയും പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കാണുന്നതിൽ വളരെ സന്തോഷം. നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. 15 മിനിറ്റ്സ് മിനിമം വെക്കണം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കണം. പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾസിനകത്ത് എടുത്തിരിക്കുന്നത് ഓരോ കപ്പ് ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ, സവാള അരിഞ്ഞത്, പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് 3 മുട്ട വേണം ഇതിലേക്ക്. പിന്നെ റൈസ് ഇവിടെ 4 പേർക്കുള്ള സെർവിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 പേർക്ക് വേണ്ടിയുള്ള റൈസ് ഇതുപോലെയുള്ള 2 പാത്രം റൈസാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. 4 കപ്പ് കാണും റൈസ്. അങ്ങനെ മെഷർ ചെയ്ത് കപ്പിനകത്ത് പറയുകയാണെങ്കിൽ 4 കപ്പ് റൈസ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് ഒരു കടായി വെച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ടയ്ക്കകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും ഇടാം. വളരെ കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. പിഞ്ച് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുക. അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ഏറെ എണ്ണ എടുക്കണം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റണം. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഓരോ പീസസും മാറ്റിയിട്ട് ഒന്നിനൊന്നിന് ഒട്ടിയിരിക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്തങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ഒരു 1/4 ഭാഗമൊക്കെ വെന്ത് കുറച്ചൊന്ന് ഫ്രൈ ആവുന്ന അവസ്ഥയിൽ നമുക്കത് മാറ്റി വെക്കാം. കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൽ കൂടുതൽ ഫ്രൈ ആക്കാനായിട്ട് നിൽക്കേണ്ട. സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത്ര എണ്ണ വേണ്ട, അതുകൊണ്ട് കുറച്ച് എണ്ണ മാറ്റുക. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകുന്നതാണ്. ബാക്കി എണ്ണ മാറ്റി വയ്ക്കുക. ആദ്യം നമുക്ക് എണ്ണയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് സവാളയും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാബേജ് കുറച്ചും കൂടെ കഴിഞ്ഞേ ഇടുന്നുള്ളൂ. ക്യാപ്സിക്കം ക്യാരറ്റിൻ്റെ അത്രയും വേവില്ലല്ലോ ക്യാബേജിന്, അതുകൊണ്ടാണ്. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം. ഈ
കുക്കിംഗ് എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് ഒരുപാട് വെന്ത് പോകണ്ട, ക്രഞ്ചി ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കും. നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. ഒരു 50% ഒന്ന് വെന്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട, ക്രഞ്ചി ആയിരിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ടോസ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 4 കപ്പ് ചോറ്, 4 പേർക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 4 കപ്പ് ചോറ്. ഈ ചോറ് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അതൊരു 3/4 ഭാഗം വേവാകുമ്പോഴേ ഈ ചോറ് വാർത്തെടുക്കണം. തലേന്നത്തെ ചോറ് അങ്ങനെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാം, അതും നല്ലതാണ്, കുഴപ്പമില്ല. എന്നാൽ ബസ്മതി റൈസ് കൊണ്ടുള്ള ചോറാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി എല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് വെക്കണം. വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കുന്നത്, ശകലം പോലും ഫാസ്റ്റ് വെക്കരുത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആവുന്നതാണ്. ഹോട്ട് ചില്ലി സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ 2000 സബ്സ്ക്രൈബേഴ്സ്, അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടി അറിയിച്ചാൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരിലേക്കും എത്തിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ വേറെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.